എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനൊക്കെ ശേഷം നമ്മളുടെ ഒരുപാട് വിവാഹങ്ങൾ നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി പറ്റിയ കുറച്ച് കളക്ഷൻസ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ എന്താ പറയുക, നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓർണമെൻ്റാണ് ഇളക്കത്താലി. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പോഴും ഒളിമങ്ങാതെ നിൽക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇളക്കത്താലി. പ്ലസ് അതിനകത്ത് തന്നെ ഒരു എക്സ്റ്റൻഷനോട് കൂടിയിട്ട് ഇതിന് പറയുന്ന പേരാണ് കളി ഊഞ്ഞാലെന്ന് പറയും. അപ്പോൾ കളി ഊഞ്ഞാലിൽ നമ്മൾ അല്പം സ്റ്റോൺ വർക്കൊക്കെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ പാറ്റേൺ എന്ന് തന്നെ പറയാം. ഇനി അല്പം ഒരു ട്രഡീഷണൽ ടൈപ്പ് ആകുമ്പോൾ നമ്മൾക്കൊരു അല്പം കുവൈറ്റി ഡിസൈൻ, അല്പം മാറ്റ് ഫിനിഷും കട്ടിങ്ങും ഒക്കെ ഉള്ള നല്ലൊരു പാറ്റേൺ ആണ് ഇത്. നമ്മളുടെ ഏത് മതവിഭാഗങ്ങളും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നമ്മളുടെ ഇളക്കത്താലി എന്ന് പറയുന്ന ഹിന്ദു അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറി എല്ലാം യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതേപോലെ ഇത് കുവൈറ്റി ഡിസൈനാണ്. ഇത് അതേപോലെ തന്നെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിൽ ഇപ്പോഴും നന്നായി മൂവ് ചെയ്യുന്നൊരു ലോങ് ആയിട്ടുള്ള നെക്ലേസാണ്. വലിയ ലോങ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വിവാഹശേഷവും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷും കട്ടിങ്ങും ഒക്കെയുള്ള അല്പം ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ചെറിയ നല്ല ഗോൾഡൻ മുത്തുകളൊക്കെ തൂങ്ങിയിട്ടുള്ള നല്ലൊരു നെക്ലേസാണ്. പിന്നെ നമ്മളുടെ ഇതിൽ വന്നിരിക്കുന്നത് നമ്മളുടെ മക്ക മദീന രൂപങ്ങളൊക്കെ വന്നിട്ട് വരുന്ന നല്ലൊരു കോയിൻ മാല വരുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ലക്ഷ്മി കോയിനിലും മറ്റ് ഹിന്ദു ട്രഡീഷണൽ കൺസെപ്റ്റിലും എല്ലാം വരുന്നുണ്ട്. സ്റ്റോൺ വെച്ചിട്ടുള്ളതും വലിയ കാശും ചെറിയ കാശിലും എല്ലാം വരുന്ന രൂപങ്ങളുമുണ്ട്. പിന്നെ നല്ല മാറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഇതിന് പറയുന്ന സൂചി മുല്ല എന്ന് പറയും, അല്ലെ കൊമ്പ് ഡിസൈൻ എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റ് ഫിനിഷും കട്ടിങ്ങും ചേർന്നിട്ട് അല്പം ട്രഡീഷണൽ കൺസെപ്റ്റും കൂടെ കൊടുത്തുകൊണ്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് വരുന്ന ഒരു രൂപമാണ്. പിന്നെ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഒപ്പം നെക്ലേസസ് മാത്രമല്ലല്ലോ, അതിന് ചേരുന്ന രീതിയിലുള്ള 2 അരപ്പട്ടകളാണ് ഇതിലെന്ന് പറയുമ്പോൾ അല്പം റൂബി സ്റ്റോൺസും എല്ലാം വെച്ചിട്ട് ഒരു സിംഗിൾ ഒരു എമറാൾഡ് കളർ സ്റ്റോണും ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ട്രഡീഷണൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹിപ്പ് ചെയിനാണ്. പിന്നെ അതുപോലെ തന്നെ അല്പം കളിയൂഞ്ഞാൽ വർക്കൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്ന വേറൊരു ഹിപ്പ് ചെയിനും കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി